വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും കർഷകരെ സംരക്ഷിക്കണമെന്നും കർഷകർക്കെതിരെയുള്ള കള്ളക്കേസുകൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കോന്നിയിൽ പ്രതിഷേധം. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കോന്നി DFO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാർ നിയമം അനുസരിക്കുന്നതുകൊണ്ട് മാത്രമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സുരക്ഷിതരായിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യം വന്ന് ഞാൻ 5 മണിയായപ്പം ആന എന്തോ ഓടിക്കുന്ന സൗണ്ട് കേട്ടു. അത് കഴിഞ്ഞ ഉടനെ വലിച്ചു അടിക്കുന്ന സൗണ്ട്. അപ്പൊ ഞാൻ 10 മിനിറ്റ് നേരം ബാത്റൂമിൽ ഇറങ്ങിയിട്ട് എന്റെ കയ്യിലൊരു ചെറിയ ലൈറ്റ് ഇങ്ങനെ അടിച്ചു നോക്കിയപ്പം സാറേ എന്റെ ഇടത്തും വലത്തും ആന. ഞാൻ എങ്ങോട്ട് തിരിയണം? നൂറ്റാണ്ടുകളായി താമസിക്കുന്ന സ്വന്തം മണ്ണിൽ നിന്നും ഒഴിഞ്ഞുപോവില്ലെന്ന പ്രഖ്യാപനവുമായാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കർഷകർ കോന്നി DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ജനവാസ മേഖലകളിൽ നിരന്തരമുണ്ടാകുന്ന വന്യമൃഗ ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പ് തയ്യാറാകണമെന്നാണ് കർഷകരുടെ പ്രധാന ആവശ്യം. മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു വനംവകുപ്പിന്റെ വീഴ്ചകൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. കാട്ടാനകൾ പെറ്റുപെരുകയാണെന്നും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിറക്കുന്ന കൃഷി വിളവെടുപ്പിന് മുൻപ് നശിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നാട്ടുകാർ നിയമം അനുസരിക്കുന്നതുകൊണ്ട് മാത്രമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സുരക്ഷിതരായിരിക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുകയാണ്, കൃഷി നശിപ്പിച്ചാൽ അതിന്റെ പൂർണ്ണമായ ചെലവ് ഫോറസ്റ്റ് തന്നേ പറ്റുള്ളൂ, വനം വകുപ്പ് തന്നേ പറ്റുള്ളൂ. നിങ്ങളെ ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ പറയാം. നിയമം എന്ന് പറയുന്നത് ചിലന്തുവലയാണ്. അത് ഭേദിക്കാൻ വന്യജീവിയൊക്കെ അത് ഭേദിച്ചു പോകും. അതുകൊണ്ട് നിയമം ഞങ്ങൾ നാട്ടുകാർ അനുസരിക്കുന്നതിന് മാത്രമേ നിയമത്തിന് പിൻബലമുള്ള കാര്യം ഞാൻ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ നോക്കുന്ന കർഷകരെ കള്ളക്കേസിൽ കുടുക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത്. കഴിഞ്ഞയാഴ്ച ജനവാസ മേഖലയിൽ വന്ന് ആന ചരിഞ്ഞ സംഭവത്തിൽ സ്ഥലമുടമയായ സന്തോഷിനെതിരെ കേസെടുക്കാനുള്ള നീക്കത്തിലാണ് വനംവകുപ്പ്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ വന്ന് ആത്മഹത്യ ചെയ്താൽ അതിന് നാട്ടുകാരാണോ ഉത്തരവാദികളെന്നും അദ്ദേഹം ചോദിച്ചു. കാട്ടുമൃഗങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നാട്ടിൽ വന്ന് മരിച്ചാൽ ആന അവിടെ വന്ന് ആത്മഹത്യ ചെയ്തു, അതിന് നാട്ടുകാരെന്ത് വേണം? കാട്ടുമൃഗങ്ങളെ കാട്ടിൽ തന്നെ നിർത്താനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കണം. ഇതിനായി കിടങ്ങുകൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി നിർമ്മിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട.